താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കസ്റ്റഡിയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വരികയാണ്. അതിന്റെ വിശദാംശങ്ങൾ മേഘ തന്നെ നൽകും. മേഘ, ഗുഡ് മോർണിംഗ്. മേഘ അന്വേഷിക്കുന്നുണ്ട് മേഘയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം. ഗുഡ് മോർണിംഗ് വിനിഷ. അന്വേഷിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹം. ഏതായാലും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ താമരശ്ശേരി കോടതി, സെഷൻസ് കോടതിയാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വലിയ രീതിയിലുള്ള എതിർപ്പ് ഷഹബാസിന്റെ പിതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലേ? കാരണം ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ജാമ്യം നൽകരുത് എന്നുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു കാര്യം ആ കുടുംബം പങ്കുവെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഈ ഷഹബാസ് വധക്കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ കോടതിയിൽ നടന്നത്. വിശദമായ വാദം കേട്ടതിന് ശേഷം കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ, കസ്റ്റഡിയിലുള്ള 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഏറെ സമയം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ സമയം ഈ വാദം കോടതിയിൽ തുടർന്നു. കൃത്യമായി തന്നെ ഈ ഷഹബാസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുന്നത് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകം ആണ് എന്നത് തന്നെയാണ്. അതിന് കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ പെൻഡ്രൈവിൽ ഉൾപ്പെടെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊലപാതകത്തിനു ശേഷം കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികൾ നടത്തിയ സംഭാഷണങ്ങൾ, അതായത് കഴിഞ്ഞ ആ സമയത്ത് നമ്മൾ വാർത്ത കൊടുത്തപ്പോഴൊക്കെ തന്നെയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. അതായത് ഷഹബാസ് മരിച്ചു കിടക്കുന്നതിന് അപകടം പറ്റിയതിനു ശേഷം തന്നെ ഈ ഷഹബാസിനെ നോക്കട, ഈ കണ്ണ് ഷഹബാസിൻ്റെത് കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് എന്ന തരത്തിലുള്ള ഓഡിയോ സംഭാഷണം അത് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതിയിൽ വാദപ്രതിവാദം കഴിഞ്ഞ ദിവസം നടന്നത്. എന്നാൽ ഈ കുട്ടികൾക്ക് വേണ്ടി, ഈ കസ്റ്റഡിയിലുള്ള 6 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം എന്നത് വെക്കേഷൻ കാലമാണ്. അതുകൊണ്ട് ഇവരെ രക്ഷിതാക്കൾക്കൊപ്പം വിടണം. അതിനൊപ്പം തന്നെ ഇക്കാലയളവിൽ ഫെബ്രുവരി 28-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇക്കാലയളവിലെ തടവ് അത് ശിക്ഷയായി കണക്കാക്കിക്കൊണ്ട് ഇവർക്ക് ജാമ്യം അനുവദിക്കണം എന്നതാണ് ഈ വിദ്യാർത്ഥികൾ, കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത്. ഏറെ സമയം ഈ വാദപ്രതിവാദം തുടർന്നു. ഷഹബാസിന്റെ പിതാവ് പറയുന്ന ഒരു കാര്യം എന്നത് ഇത് വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റു ആളുകൾക്ക്, മുതിർന്ന ആളുകൾക്ക്, ഈ കുട്ടികളുടെ ബന്ധുക്കൾക്കുൾപ്പെടെ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നതാണ്. ഏതായാലും കോടതി അത് കൃത്യമായി തന്നെ ഈ ഭാഗങ്ങളൊക്കെ തന്നെയും ഇരുഭാഗവും കേട്ടിട്ടുണ്ട്. ഇരുഭാഗവും കേട്ടതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് നോക്കിക്കാണാം ഏത് രീതിയിലായിരിക്കും ജാമ്യാപേക്ഷയിൽ വിധി വരിക എന്നത്.